നമസ്കാരം. കേരളം ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് പയ്യന്നൂർ. പയ്യന്നൂരിൽ എന്ത് സംഭവിക്കും? കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് എല്ലാ കാലത്തും പയ്യന്നൂർ തന്നെയാണ്. പയ്യന്നൂരിൽ എല്ലാ കാലത്തും 49,000 50,000 വോട്ടിനാണ് LDF ജയിക്കാറ്. പയ്യന്നൂർ ഉണ്ടായ ശേഷം ഇന്നേ വരെ CPM മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. കരിവള്ളൂരും അടക്കമുള്ള സുപ്രധാനമായ പാർട്ടി ഗ്രാമങ്ങൾ, വിപ്ലവങ്ങൾ നടന്നു എന്ന് പറയുന്ന, പോരാട്ടം നടന്നു എന്ന് പറയുന്ന, കയ്യൂർ പോരാട്ടമൊക്കെ നടന്നിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ സ്ഥലത്ത് അന്ന് പാർട്ടി വളർത്തി കെട്ടിപ്പടുത്ത ആളുകളെല്ലാം തന്നെ ഈ നാടിനെ ഉപകരിക്കണം, ഈ ലോകം വളരണം, ഈ കേരളത്തിലെ ജനത രക്ഷപ്പെടണം, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരണം എന്നൊക്കെ ആഗ്രഹിച്ച ആൾക്കാരാണ്. പക്ഷെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. ഇന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന അധോലോക മാഫിയ കിങ്ങിന്റെ കീഴിലുള്ള കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലുള്ളത്. സാധാരണ ഈ CPM പ്രവർത്തകർക്ക് യാതൊരു ബന്ധവും ഈ പാർട്ടിയായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഏറ്റവും വലിയ ബഹിർസ്ഫുരണമാണ് പയ്യന്നൂരിൽ നടന്നത്. കുഞ്ഞികൃഷ്ണൻ അവിടെ TI മധുസൂദൻ എന്ന് പറയുന്ന MLA വലിയ തോതിൽ ധനരാജ് രക്തസാക്ഷി തട്ടിപ്പിൽ കോടികളുടെ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന ഒരു കാര്യം പുറത്തുവിടുകയും പുസ്തകം എഴുതുകയും ചെയ്തു. ഇതോടുകൂടി പയ്യന്നൂർ ഇളകി മറിഞ്ഞു. ഇപ്പോൾ പയ്യന്നൂരിലെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജയരാജനാണ് ക്രൈമിനോട് സംസാരിച്ചത്. പറയുന്നത് അവിടെ മിനിമം 20,000 വോട്ടെങ്കിലും കുഞ്ഞികൃഷ്ണൻ പിടിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? CPM പരാജയപ്പെടാൻ പോകുന്നു എന്നാണ്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 35,000 വോട്ടിന്റെ ഭൂരിപക്ഷം, 33,000 വോട്ടിന്റെ ഭൂരിപക്ഷം LDFനുണ്ടെങ്കിലും ഇത്തവണ 20,000-ൽ മേലെ വോട്ട് പിടിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരവും കൂടി വരുമ്പോൾ പയ്യന്നൂർ അട്ടിമറിയും എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് 12,000 വോട്ടിന് മാത്രമാണ് LDFന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതിനർത്ഥം 12,000 വോട്ട് മാത്രം കണക്കൂട്ടിയാൽ മതി, ബാക്കി 25,000 ബാക്കി വോട്ടുകൾ കരുതണ്ട. അതിനർത്ഥം പാർട്ടി പയ്യന്നൂരിൽ തോൽക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. വൻ അട്ടിമറിയായിരിക്കും പയ്യന്നൂരിൽ നടക്കുക എന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ജയരാജൻ പറയും. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ഹലോ സർ. നമസ്കാരം ജയരാജൻ. നമസ്കാരം. എങ്ങനെയുണ്ട് പയ്യന്നൂര്? പയ്യന്നൂര് നല്ല മത്സരമാണ് കഴിഞ്ഞത്. CPMന്റെ ഇടയിൽ നല്ലൊരു അടിയൊഴുക്കൽ ഉണ്ടായിട്ടുണ്ട്. പോയത് നിൽക്കണം. അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നുണ്ടോ? അട്ടിമറി വിജയത്തിന്റെ ഉള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചാൽ പോലും ചെറിയൊരു മാർജിനിലേക്ക് അവർ ജയിക്കും. അവര് ജയിക്കുന്ന പ്രതീക്ഷ നമുക്ക് തന്നെ ഉണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ യാഥാർത്ഥ്യം പറയട്ടെ. യാഥാർത്ഥ്യം പറയാതെ വെറുതെ ഇങ്ങനെ ഒരു ആവേശം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വിള്ളൽ, അതായത് കുഞ്ഞികൃഷ്ണൻ വന്നത് വഴി എത്രമാത്രം വോട്ടുകൾ LDFന് CPM ഈ ഭാഗത്ത് വന്നിട്ടുണ്ടാവും? ഒരു 20,000 വോട്ട് മിനിമം വരും. 20,000 വോട്ടാണെങ്കിൽ കഴിഞ്ഞ വർഷം 40,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണോ? അവിടെ 49,000 വോട്ടിന്റെ 50,000 വോട്ട്. പക്ഷേ ലോക്സഭാ ഇലക്ഷനിൽ എത്ര വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു LDFന്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വ്യത്യാസം 13,400 വോട്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണോ? തദ്ദേശം 34. അതിനകത്ത് 20,000 കൊണ്ട് മാറി എന്ന് പറഞ്ഞാൽ ജയിച്ചില്ലേ ആള്? ജയിച്ചു. 34,000 വോട്ടാണ്. നമ്മള് ജയിക്കുന്നില്ല പ്രതീക്ഷ തന്നെ ഉള്ളത്. പക്ഷെ പിന്നെ അവരിപ്പോ ഈ കൊറേ എഫേർട്ട് കള്ളവോട്ട് നടന്നുണ്ടോ? അതാണ് ആ ഒരു ഘടകം ഉണ്ടായിരുന്നു. 99% പോളിംഗ് നടന്ന എരമത്തെ ബൂത്തുകളുണ്ട്. 99% പോളിംഗ് നടന്ന 99%. അത് എരമത്ത്. അപ്പൊ അതെല്ലാം ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണല്ലോ. കേരളത്ത് ഒരു 6, 19 അങ്ങനെയുള്ള ബൂത്തുകളിലെല്ലാം വലിയ ഇതുണ്ട്. ഈ കള്ളവോട്ട് നടന്നിട്ടില്ല. കള്ളവോട്ട് ഏകദേശം എത്ര നടന്നിട്ടുണ്ടാവും പയ്യന്നൂര്? കള്ളവോട്ട് പറയുന്നത് കരിവള്ളൂരത്തെ എല്ലാ ബൂത്തിലും കള്ളവോട്ടായിരുന്നു. 18 ബൂത്ത് ഉണ്ടായാലും എല്ലാം കള്ളവോട്ടായിരുന്നു. പിന്നെ വോട്ടുകൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതാണോ ഈ ആരോപണം വന്നത്? നമ്മുടെ അവിടെ ആധാർ കാർഡൊക്കെ വ്യാജമായി ഉണ്ടാക്കിയെന്ന് പറയുന്നു. വ്യാജ കാർഡ് 100% ഉറപ്പില്ല. അത് നമ്മൾ തെളിവടക്കം കൊടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ചെയ്തിട്ടില്ല. കാര്യങ്ങൾ വെച്ചിട്ടാണല്ല അവര് വോട്ടുകൾ ചെയ്തത്. വ്യാജ കാർഡ് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യാജ കാർഡ് തന്നെ ഉണ്ടാക്കിയത് മൊത്തം. ഈ ഭരണവിരുദ്ധ വികാരം എത്രമാത്രം ഉണ്ടായിരുന്നു അവിടെ?
ഭരണവിരുദ്ധ വികാരം എത്രമാത്രം ഉണ്ടായിരുന്നു? ഭരണവിരുദ്ധ വികാരത്തിനെക്കാട്ടി MLA-ക്കെതിരെ വികാരം ഉണ്ടായി. മുദ്രാവാക്യം മധുസൂദനെതിരെയുള്ള ധനരാജ് രക്തസാക്ഷി തട്ടിപ്പ് അതാണോ പ്രധാനമായിട്ട്? അതന്നെ. അത് പാർട്ടിക്കുള്ളിൽ എത്രമാത്രം എഫക്ട് ചെയ്തിട്ടുണ്ടാവും? പാർട്ടിക്കുള്ളിൽ നല്ല പോലെ അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവരുടെ പാർട്ടി നെടുകെ പടർന്നൊരവസ്ഥയുണ്ടായിരുന്നു ഇലക്ഷനിൽ. പുറത്തേക്ക് വന്നില്ലാന്നേ ഉള്ളൂ. അതിന്റെ എല്ലാ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെല്ലാം മൗനമായിട്ട് ഇദ്ദേഹത്തെ പിന്തുണച്ചിരുന്നു. ഞാൻ പറഞ്ഞ 20,000-ലേക്ക് എത്തും പറഞ്ഞത്. ഈ ഭരണവിരുദ്ധ വികാരം എത്രമാത്രം ഉണ്ടായിരുന്നു? ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടായ ആ ഭരണവിരുദ്ധ വികാരം പിണറായിക്കെതിരായിട്ടില്ലേ അത് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കാട്ടി മേലേക്ക് ഇതാ പോയിനി. വോട്ടയിലേക്ക് വരുമല്ലോ. ഈ മധുസൂദനെതിരെയുള്ള ഈ രക്തസാക്ഷി തട്ടിപ്പ് കേസാണ് അവിടെ ഏറ്റവും പ്രാധാന്യം ഉണ്ടായത് അല്ലേ? ഏറ്റവും പ്രാധാന്യം ഉണ്ടായത് തന്നെയാണ്. അത് കുഞ്ഞിക്കൃഷ്ണൻ ഉയർത്തിയ കാര്യങ്ങള് പൊതുസമൂഹം വളരെ സശ്രദ്ധം വീക്ഷിക്കുകയും ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇപ്പൊ 20,000 വോട്ട് അദ്ദേഹത്തിന്റേതായും കൂടി പിടിച്ചാൽ സ്വാഭാവികമായിട്ടും UDF വിജയിക്കണം. അത് കുറച്ചും കൂടെ കൂടിയാല് പിന്നെ മധുസൂദൻ തോറ്റു. അതാണെങ്കിൽ ചരിത്രത്തിൽ ഇപ്പോ പിന്നെ കൂടുതൽ ഇത് അവകാശവാദം ഉന്നയിച്ച് കളയേണ്ട വെച്ചിട്ടാണ് നമ്മളിപ്പോഴും 100% വിജയപ്രതീക്ഷയിലേ ഇല്ല. 100% വിജയപ്രതീക്ഷയിലേ ഉള്ളത് നമ്മള്. ഈ തളിപ്പറമ്പ് എങ്ങനെയുണ്ട്? അതുപോലെ എന്താ പറഞ്ഞ ഈ അടിയൊഴുക്ക് അണ്ടർ കറണ്ട് എത്ര ഉണ്ട് എന്ന് അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അത് പാർട്ടി അണികളും കുടുംബങ്ങളും മാറിയ കാര്യങ്ങൾ നമുക്ക് നല്ലപോലെ അറിയാം. എത്രത്തോളം അതിന്റെ അടി പോയിന്നില്ല ഒരു ഇതിലേക്കാണ് നമുക്കുള്ള ഒരു അതിനുശേഷം വ്യാപകമായ ആക്രമണം നടന്നല്ലോ. എന്തൊക്കെയാണ് അവിടെ സ്ഥിതികൾ? അക്രമം പിന്നെ CPM പരാജയ വീതിയിൽ നിന്നുള്ള അക്രമമല്ലേ. അക്രമം എന്ന് പറഞ്ഞാല് പയ്യന്നൂരിന്റെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത അക്രമം. അത് കുഞ്ഞികൃഷ്ണൻ ബൂത്തിലുണ്ടായ കോൺഗ്രസ്സുകാരായ ഏജന്റുമാരെ ആക്രമിച്ചു ആ ദിവസം, ഇലക്ഷൻ ദിവസവും. ശ്രീ സുരേഷിനെയും പിന്നെ കച്ചേരി രമേശിനെയും പോലുള്ള ഏജന്റുമാരെ ആക്രമിച്ചു. അതിനുശേഷം ഉണ്ടായത് പിന്നെ നമ്മുടെ CPM-ൽ നിന്ന് ഇദ്ദേഹത്തെ സഹായിച്ച പുരുഷോത്തമൻ, അതുപോലെ തന്നെ ഇന്നലെ മറ്റേ ഒരു പഞ്ചായത്ത് ജീവനക്കാരൻ നാരായണൻ, പിന്നെ കുഞ്ഞികൃഷ്ണനെ മതില് കൊടുത്ത ആൾക്കാർ, കുഞ്ഞികൃഷ്ണന്റെ മതില് അതെല്ലാം പൊളിച്ചു. ഇതൊക്കെ വലിയ നല്ല അക്രമം ഉണ്ടായത് പയ്യന്നൂര്. വാഹനങ്ങൾ കത്തിച്ചു, വീട് തകർത്തു എല്ലാം പറയുന്നത് ചെറുതല്ലോ. എന്നിട്ട് CPM നിഷേധിച്ചു ഞങ്ങളെല്ലാം. ഇന്നിപ്പോ പ്രതികൾ അറസ്റ്റ് ചെയ്യുമ്പോൾ പക്ക പാർട്ടിക്കാരെല്ലാം അറസ്റ്റ് ചെയ്തത് പോലീസ്. ആക്ഷൻ ഉണ്ടായോ? ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഞങ്ങൾ സർവകക്ഷിയിൽ വളരെ ശക്തമായി പറഞ്ഞു, അറസ്റ്റ് നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ചടക്കം നടത്തും എന്ന് പറഞ്ഞു കാര്യങ്ങള്. അതാണ് അവസ്ഥ. എന്തായാലും കുഞ്ഞികൃഷ്ണൻ ജയിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസം നമ്മളോട് പങ്കിടുന്നു. അപ്പം കുഞ്ഞികൃഷ്ണൻ ഒരു അട്ടിമറി വിജയം അവിടെ പ്രതീക്ഷിക്കാം അല്ലെ? പ്രതീക്ഷിക്കാം. അതാണെങ്കിൽ അത് ചരിത്രമായിരിക്കും. പയ്യന്നൂരിൽ ഇതുവരെ കോൺഗ്രസ് CPM അല്ലാതെ വേറെ ആരും ജയിച്ചിട്ടില്ലല്ലോ ചരിത്രത്തില്. ഇല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും പയ്യന്നൂർ അട്ടിമറിക്കുന്നത്. അതന്നെ. ഓക്കെ.